ജീവിതത്തിൽ കിട്ടുന്ന നന്മയുടെ നടുവിലും, ആയുസ്സിൻ്റെ നടുവിലും, ജോലിയുടെ നടുവിലും, സമ്പത്തിൻ്റെ നടുവിലും എന്തുമാകട്ടെ അതെല്ലാം ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. സദൃശവാക്യം 27 അധ്യായം 1 വാക്യത്തിൽ പറയുന്നു, നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കുക. ഒരു ദിവസത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് അറിയുന്നില്ല. ഒരിക്കലും നമുക്കറിയത്തില്ല നമ്മുടെ അടുത്ത നിമിഷം, അടുത്ത ദിവസം എന്തുവാണ് നമുക്ക് സംഭവിക്കുവാൻ പോകുന്നു എന്ന് ആർക്കും അറിയത്തില്ല, മനുഷ്യരാർക്കും അറിയത്തില്ല. അതൊക്കെ കർത്താവിൻ്റെ പ്ലാനിലും പദ്ധതിയിലുമാണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ജീവിക്കുന്നത്. അത് ക്രിസ്തീയ വിശ്വാസിക്ക്, ദൈവഭക്തൻ്റെ ജീവിതത്തിലുള്ള ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്ലാനിലും പദ്ധതിയിലുമാണ് നമ്മളായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല നാളത്തെ ജീവിതത്തെ ചൊല്ലി. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. നമുക്ക് നമ്മുടെ ആയുസ്സിനെ പോലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. നാളെ നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മുടെ ജീവിതം എത്ര നാളുണ്ട്, ആയുസ് ഉണ്ടോ, നാളെ മരിക്കുമോ എന്നുപോലും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലാണ് മനുഷ്യനായിരിക്കുന്നത്. എന്നാൽ ഭക്തനായ ഒരു വ്യക്തിക്ക് പറയുവാൻ കഴിയും, നാളെ ഞാൻ മരിച്ചാലും എനിക്ക് പ്രത്യാശയുണ്ട്, കർത്താവിനോട് കൂടെയാണ് വാസം. ഭക്തൻ്റെ ജീവിതത്തിൽ നാളത്തെക്കുറിച്ച് ചിന്താകുലരാകേണ്ട കാര്യമില്ല. ലോകം തങ്ങളുടെ ഉന്നത പദവികളിൽ, സാമ്പത്തിക നന്മകളിൽ പ്രശംസിക്കുമ്പോൾ, നാളെക്കുറിച്ച് ഞാൻ നാളെ ഇന്ന വ്യക്തിയായി തീരും, ആ രീതിയിൽ അഹങ്കരിക്കുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയും, നമ്മൾ നാളെക്കുറിച്ച് പ്രശംസിക്കാതെ വേണം. ശലോമോൻ പറയുന്നത് പോലെ പ്രശംസിക്കാതെ വേണം. കർത്താവിൽ പ്രശംസിച്ചുകൊണ്ട്, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൽ അടിയുറച്ച് ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിത പാത മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് നമ്മളെ ഇടവരുത്തട്ടെ. ഒന്നിനും പ്രശംസിക്കരുത്. നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന നന്മയുടെ നടുവിലും, ആയുസ്സിൻ്റെ നടുവിലും, ജോലിയുടെ നടുവിലും, സമ്പത്തിൻ്റെ നടുവിലും എന്തുമാകട്ടെ അതെല്ലാം കർത്താവ് തന്നതെന്ന് പറയുക, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി എന്ന് തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കർത്താവിന് നന്ദി കരയിക്കുകയും മുന്നോട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ഇടവരുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. ഈ വചനങ്ങളിൽ ഇരിക്കുന്ന ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ഫോർ ബ്ലെസ്സിങ് യു ഓൾ.